ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇത് 350 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ ആയാലും മതി. ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്താൽ മതി. ഇത് ബോണല്ലി ഒന്ന് കുക്ക് ചെയ്ത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പൂടി ഇട്ടൊന്ന് ഒരു കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിലടിക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്ത് എടുത്ത് ഇതെല്ലാം കളഞ്ഞിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് തിരിച്ചെടുക്കാം. ഇത് 2 പൊട്ടറ്റോ, ഇത് അതുകൂട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കാം. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അതിലേക്ക് 2 സവാള, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇടാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഈ ചിക്കൻ വേവിച്ച് എല്ലാം കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് ഒത്തിരി അരിഞ്ഞു പോകരുത്. അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴട്ടാം. ഇനി ഈ പൊട്ടറ്റോ ഉടച്ചത് ഇത് ചേർക്കാം. ഇനി ഇത് തണുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഓഫാക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാത്തത് ചേർക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ഇതൊന്ന് കട്ട്ലറ്റിൻ്റെ ഇത് 2 മുട്ടയുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ബ്രെഡ് ക്രംസ്, ഒരു 8 ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് ഓരോന്നും ഇത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇതൊരു ഡബിൾ കോട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒന്നുകൂടെ ഒന്ന് മുക്കാം. ഇത് ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ പൊടിഞ്ഞു പോകത്തില്ല. ഇതെല്ലാം ഇങ്ങനെ എടുത്ത് ഇനി 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഓയിൽ ഒഴിച്ച് ഇതിപ്പം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഡബിൾ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിരുന്നു. ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കോരിയെടുക്കാം. ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത്